ഇന്ന് പെയ്ത മഴയിൽ വടകരയിലെ പുതിയ ബസ് സ്റ്റാൻഡിലും പരിസരത്തെ കടകളിലും വെള്ളം കയറി. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നത് കടയുടമകളും തൊഴിലാളികളും തടഞ്ഞതോടുകൂടി ബസ് ജീവനക്കാരുമായി ചെറിയ തോതിൽ വാക്കേറ്റം നടന്നു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. വടകരയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. സ്റ്റാൻഡിനകത്തും സമീപത്തെ കടകളിലും വെള്ളം കെട്ടിനിന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നത് കടകളിലേക്ക് വെള്ളം കയറുന്നത് കാരണം കടയുടമകളും ജീവനക്കാരും ചേർന്ന് ബസ്സുകൾ തടയുകയായിരുന്നു. ബസ്സുകൾ സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കടകളിലേക്ക് വെള്ളം കയറുന്നതാണ് പ്രതിഷേധത്തിന് കാരണമായത്. എന്നാൽ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാതെ സർവീസ് നടത്തുന്നത് ബസ് ജീവനക്കാർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ചൊല്ലിയാണ് ബസ് ജീവനക്കാരും കടയുടമകളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായത്. കടകളിലേക്ക് വെള്ളം കയറുന്നതിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ചും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഈ വിഷയം ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം നിവേദനങ്ങള് എല്ലാ അധികൃതരും, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കളക്ടറേക്കായിക്കോട്ടെ, MLA, MP എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരമില്ല. ഇന്ന് സംഭവിച്ചു വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വഴിയിൽ തടയാൻ കാരണം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതോടെ എല്ലാ ഷോപ്പിലേക്കും വെള്ളം അടിച്ചു കയറിയാണ്. ബസ് സ്റ്റാൻഡ് ഇന്ത്യൻ കോഫി ആ ഭാഗത്തുള്ള ഓവ് നിറഞ്ഞിട്ട് ആ ഭാഗത്ത് എല്ലാ ഷോപ്പിലും വെള്ളം കയറിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എന്ത് കണ്ടേ പറ്റും. തുടർന്ന് നടപടി എന്ന് വെച്ചാൽ നമ്മൾ ഹൈവേ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടി മുന്നോട്ട് പോകും. ഇനി അടുത്ത മുനിസിപ്പാലിറ്റി ഓഫീസിൽ മാർച്ച് നടത്തുന്നതാണ്. തുടർന്ന് നഗരസഭ അധികൃതർ എത്തി ഇറ്റാച്ചി ഉപയോഗിച്ച് വെള്ളക്കെട്ടിന് ചെറിയ തോതിൽ പരിഹാരം കണ്ടതിനെ തുടർന്ന് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നത് പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.